നെടുമ്പാശ്ശേരിയിൽ 46 ഉംറ തീർത്ഥാടകർ കുടുങ്ങി. ആകാശ എയർ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന തീർത്ഥാടകരാണ് കുടുങ്ങിയത്. ഇറാൻ യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് സർവീസ് റദ്ദാക്കിയത് എന്നാണ് വിശദീകരണം. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ ഒരു വിമാനം അതിന്റെ സർവീസ് റദ്ദാക്കിയെങ്കിൽ പകരം ക്രമീകരണം ഏർപ്പെടുത്തുകയോ അവരുടെ യാത്രകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്താണ് വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഇത് സർവീസ് റദ്ദാക്കിയതല്ല, പകരം മലപ്പുറത്തുള്ള തീർത്ഥാടകരാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. മലപ്പുറത്തുള്ള ഒരു ഏജൻസി മുഖേന ഇവർ കഴിഞ്ഞ മാസം 26-ന് ടിക്കറ്റ് എടുത്തതാണ്. ഇന്ന് വൈകിട്ട് 6:15 ഈ വിമാനം ഇത് ഷെഡ്യൂൾ ചെയ്ത്. ഇത് പ്രകാരം ഇവർ ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം തന്നെ എയർലൈൻസിന്റെ കൈമാറി. പക്ഷേ എയർലൈൻസ് സിസ്റ്റത്തിൽ പരിശോധിച്ചപ്പോൾ ഇവരുടെ രേഖകൾ ഈ സിസ്റ്റത്തിൽ ഇല്ല. ഇതിനെ തുടർന്നാണ് ഇവർക്ക് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായെന്നാണ് ഇപ്പോൾ ഈ യാത്രക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു എയർലൈൻസ് വീഴ്ചയായിട്ടാണ് ഇപ്പോൾ ഈ യാത്രക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ പകരം എന്ത് സംവിധാനം, എപ്പോൾ യാത്ര തുടരാൻ സാധിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെ പകരം എന്ത് സംവിധാനം ഒരുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് കൃത്യമായ ഉത്തരം ഈ എയർലൈൻസിന്റെ ഭാഗത്തുനിന്നില്ല. അങ്ങനെയാണ് ഈ 46 തീർത്ഥാടകർ, അതിൽ പ്രായമായവരും കുട്ടികൾ ഉൾപ്പെടെയുള്ള 46 തീർത്ഥാടകർ അവിടെ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും അവരുടെ യാത്ര ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതേസമയം തന്നെ വിമാനം നിശ്ചയിച്ച ഷെഡ്യൂളിൽ തന്നെ വിമാനം യാത്ര ആരംഭിച്ചു. എന്നാൽ ഇതിൽ ഈ വിമാനത്താവള അധികൃതരും അല്ലെങ്കിൽ ഈ എയർലൈൻസ് വിശദീകരണം നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്: ഇറാനിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ, അവിടെ യുദ്ധഭീഷണി പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ വിമാനം തിരിച്ചു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ധനം കരുതേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇതിന്റെ ഭാഗമായാണ് യാത്രക്കാരെ കുറച്ചത്. പകരം സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഈ യുദ്ധഭീഷണി പശ്ചാത്തലത്തിൽ യാത്രക്കാരെ കുറച്ച് സർവീസ് നടത്തിയിട്ടുണ്ട്. ഈ സർവീസ് യാത്രക്കാരെ കുറച്ചപ്പോൾ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ ഉംറ തീർത്ഥാടകരാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ യാത്രക്കാരുടെ പ്രതിഷേധം, ഈ ഉംറ തീർത്ഥാടകരുടെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും അല്ല നിതിൻ, അങ്ങനെയാണെങ്കിൽ പകരം ഒരു വിമാനം അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണല്ലോ. ഇപ്പോൾ ഈ കൂടുതൽ ഇന്ധനം കരുതണം, അതുകൊണ്ട് ആളുകളുടെ യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നൊക്കെയുള്ള വിശദീകരണം അങ്ങേയറ്റം ബാലിശമല്ലേ? അവർ പകരം ക്രമീകരണം ഏർപ്പെടുത്തേണ്ടത് ഈ ആകാശ എയറിന്റെ ഉത്തരവാദിത്തമല്ലേ, ബാധ്യതയല്ലേ? തീർച്ചയായും വിജയകുമാർ, അത് തന്നെയാണ് ഈ തീർത്ഥാടകരും ചോദിക്കുന്നത്. കാരണം ഇത്തരമൊരു ഇന്ധനം നിറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് യാത്രക്കാരെ കുറയ്ക്കുന്നതെങ്കിൽ പകരം ഒരു സംവിധാനം വിമാനത്താവള അധികൃതർ പ്രത്യേകിച്ചും ഈ ആകാശ എയർലൈൻസ് ഒരുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് തീർത്ഥാടക ഭാഗത്തുനിന്നും വിമാനത്താവളത്തിൽ നടക്കുന്നത്. കാര്യം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ ഒരു യാത്ര പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ എന്ത് സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ ഇതുവരെ എയർലൈൻസ് ഒരു വിശദീകരണം നൽകിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ എയർലൈൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തീർത്ഥാടകർ പറയുന്നത്. പ്രത്യേകിച്ചും ഈ ടിക്കറ്റ് കഴിഞ്ഞ മാസം 26-ന് ബുക്ക് ചെയ്തു. പക്ഷേ ഇന്ന് വൈകിട്ട് 6:15 പുറപ്പെടേണ്ട വിമാനത്തിനായിട്ടാണ് ഇവർ വിമാനത്താവളത്തിലെത്തിയത്. ആ ഒരു സമയത്താണ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി അവിടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ആ ഒരു പരാതിയെ തുടർന്ന് പ്രത്യേകിച്ചും ഈ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ പരാതി ഉയർന്നു. എന്നിട്ടും എന്താണ് ഇതിൽ കൃത്യമായി വിശദീകരണം അവരുടെ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഇപ്പോൾ വിമാന കമ്പനി അറിയിക്കുന്ന വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല. ആ യാത്രക്കാർ അവിടെ പ്രതിഷേധിക്കുകയാണ്. ആ പ്രശ്ന പരിഹാരം ഉടൻ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.